അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, രാജ്യം ഒട്ടുക്ക് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നു, സിനിമാ മേഖലയിൽ എങ്കിലും എന്ന് നമുക്ക് പറയാം. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ അത് തുറന്നു പറച്ചിലുകളുമായി ബന്ധപ്പെട്ട വിഷയമായൊക്കെ മാറുന്നുണ്ട് എങ്കിൽ പോലും ഹേമ കമ്മിറ്റി രാജ്യത്ത് തന്നെ ചരിത്രമെഴുതുന്ന തരത്തിൽ ഉള്ള ഒരു നീക്കം, അതിന് മാതൃകയായി കേരളം മാറുന്നു. നമ്മളുടേതിന് സമാനമായ തന്നെ അവസ്ഥ അവിടങ്ങളിലും അനുഭവിക്കുന്നു എന്ന് നടികൾ തുറന്നു പറച്ചിലുകൾ നടത്തുന്നു. അങ്ങനെ ഒരു മാതൃക തന്നെ സൃഷ്ടിക്കാൻ കേരളത്തിനായിട്ടുണ്ടോ? രാജ്യത്തിന് ഇത് പിൻപറ്റാവുന്ന മാതൃക തന്നെയാണോ? അത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഹേമ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യാൻ ഗവൺമെന്റ് നിർബന്ധിതമായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നടിയെ ആക്രമിച്ച സംഭവം അത് ദേശീയ തലത്തില് വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അതില് സാധാരണ ചിന്താഗതികൾക്ക് വിരുദ്ധമായിട്ട് ആ നടി സധൈര്യം മുന്നോട്ട് വരികയും അവരുടെ പേര് വെളിപ്പെടുത്തി അവർക്കുണ്ടായ ഒരു ദുരനുഭവം പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരികയും പോലീസ് കംപ്ലൈന്റ് ചെയ്യുകയും അതിനൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്തു. അവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. ആ സമയം മുതൽ പല ഇൻഡസ്ട്രിയിലുള്ള വലിയ ബിഗ് ഷോട്ടുകളൊക്കെ ഒത്തിരി പേര് അവർക്ക് എതിരായിട്ട് ഇതിനെ ആക്രമിക്കാൻ കൂട്ടുനിന്നു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു നടന് അനുകൂലമായിട്ടൊക്കെ പ്രസ്താവനകൾ ഇറക്കുന്നത് നമ്മൾ കണ്ടു. അവിടെ നിന്നൊരു ലോൺലി ഫൈറ്റ് ആയിരുന്നു. അവിടെ ഒറ്റയ്ക്ക് അവർ പൊരുതി ഇവിടെ വരെ എത്തി. ആ സമയത്ത് അവരോടൊപ്പം ഉറച്ചു നിന്ന കുറെ വിമൻ ആക്ടേഴ്സ് അവര് WCC എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കുകയും മുഖ്യമന്ത്രിക്ക് ഇത് കൊടുത്ത് ഹർജി സമർപ്പിച്ചു. അതിനൊക്കെ ശേഷമാണ് ഈ ഹേമ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യാൻ ഗവൺമെന്റ് നിർബന്ധിതമായത്. അതില് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ അഡ്രസ് ചെയ്യാനാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ആ കമ്മിറ്റിയോട് ചോദിച്ച റിപ്പോർട്ട് അതാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു കമ്മിറ്റി വരുന്നതിന് മുമ്പ് തന്നെ സർക്കാർ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കാനും എന്തൊക്കെ ചെയ്തു എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അതുകൂടാതെ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിട്ട് ഇപ്പോൾ 4.5 വർഷത്തോളമായി. ആ സമയത്ത് പല കാര്യങ്ങള്, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ ബാധ്യത, സ്ത്രീകളെ എങ്ങനെയാണ് സുരക്ഷിതരായിട്ട് അവരുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കേണ്ടത്, അതില് നടന്മാരാകാനും നടിമാരാകാനൊക്കെ വരുന്നവർക്ക് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് സെക്ഷൽ അബ്യൂസ് മാത്രമല്ല അതല്ലാതെ തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഇനിക്വാലിറ്റി, അതിലെ ഒരു റിട്ടേൺ കോൺട്രാക്ട് ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങള്, അത് മാനുഷികമായിട്ടുള്ള വളരെ ചെറിയ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ചില ആവശ്യങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിംഗ് റൂമോ ഒന്നും ഇല്ലാത്തൊരവസ്ഥ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് അതിന് ഓരോന്നിനും പരിഹാരമായിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് കുറെ നിർദ്ദേശങ്ങൾ കൊടുത്തു. ഈ നിർദ്ദേശങ്ങൾ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റി ഇല്ലാതെ തന്നെ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ, സർക്കാർ തലത്തിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ, ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്ന ചില കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷവും അവരൊരു എല്ലാവർക്കും ഷോക്കിംഗ് ആയിട്ട് ഇത്രയും നാളാ അത് പുറത്താക്കാതെ അതിന് ഓരോ കാരണങ്ങളും ഉടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അതിനകത്തെ പവർഫുൾ ആയിട്ടുള്ള ആളുകളെ സംരക്ഷിച്ച് ഇപ്പൊ 2 ദിവസം മുമ്പ് വരെ നമ്മൾ കണ്ടു സാംസ്കാരിക മന്ത്രി പോലും രഞ്ജിത്തിനെ പുകഴ്ത്തിക്കൊണ്ട് പറയുകയായിരുന്നു. ആ സമയത്തൊക്കെയും ഇതിനകത്ത് ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള പാട്രിയാർക്കി തുറന്നു കാട്ടാനും അതിനെതിരെ സധൈര്യം ഫൈറ്റ് ചെയ്യാനും ഒരു കൂട്ടം സ്ത്രീകൾ പ്രത്യേകിച്ച്, പിന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പൊതുപ്രവർത്തകരെ പല മീഡിയയെ അന്നു മുതല് ബർഖാദത്ത് 2 വർഷം മുമ്പ് ഈ ഭാവനയുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തിയിരുന്നു. അവർ പറഞ്ഞത് എത്രയോ വർഷം, ഞാൻ ആദ്യത്തെ സമയത്തൊക്കെ ഞാനൊരു സർവൈവർ ആണെന്നാണ് വിശ്വസിച്ചിരുന്നത്, ഒരു സിസ്റ്റം എന്റെ കൂടെ ഇല്ല, അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് കുറെ കഴിഞ്ഞാണ് എനിക്ക് ഞാനൊരു വിക്ടിമാണെന്ന് വിശ്വസിച്ചിരുന്നു. അവിടെ നിന്നാണ് പിന്നീടാണ് ആ സർവൈവർ എന്നുള്ള ആ തലത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞത്. ഈവൻ കോടതികൾ വരുമ്പോൾ കോടതികളിലെ ചോദ്യങ്ങൾ പോലും അവരെ ഇവരെന്തോ കുറ്റം ചെയ്ത രീതിയിൽ ഈ വിക്ടിമിനെ തന്നെ പരാതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലീഗൽ സിസ്റ്റം. അപ്പൊ നമുക്ക് ഈ നിയമത്തിന്റെ പരിരക്ഷ ഇല്ലാത്തൊരു മേഖല, യാതൊരു തൊഴിൽ ഉറപ്പ് സംവിധാനങ്ങളും ഇല്ലാത്ത, അതില് കുറെ പേർക്ക് അവർക്ക് തോന്നിയ രീതിയിലൊക്കെ ചെയ്യാനുള്ള ഒരു സംവിധാനം, ആൺ മേൽക്കോയ്മ ഉള്ള ഒരു സ്ഥലം, അവിടെ ഒരു പുതുമുഖ സംവിധായക, ഇപ്പൊ കുഞ്ഞിലെ പോലുള്ള ഒരു സംവിധായകയോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരാൾക്ക് അവിടെ നേരിടുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ അത് അഡ്രസ് ചെയ്യാൻ ഒരു മെക്കാനിസം ഇല്ല. അവിടെ ബാക്കി ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി ഇല്ല. ഇതൊക്കെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന, അനുശാസിച്ചിരിക്കുന്ന ചില മിനിമം നിബന്ധനകൾ ഇല്ലാത്ത ഒരവസ്ഥ. ഇതെല്ലാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് വന്നതിന് ശേഷം ഇന്ത്യ മുഴുവൻ ഇതിനെപ്പറ്റി ചർച്ചയായി.
ഇപ്പോൾ വീണ്ടും മോജോ സ്റ്റോറി 2-3 പ്രാവശ്യമായിട്ട് പ്രഖാദത്ത് ഇതിനെപ്പറ്റിയുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. പ്രിന്റിൽ അത് റിപ്പോർട്ട് ചെയ്ത് വന്നു. ന്യൂസ് മിനിറ്റ് ധന്യ രാജേന്ദ്രന്റെ ന്യൂസ് മിനിറ്റിൽ വന്നു. ആകാശ് ബാനർജിയുടെ ഒരു ഹിന്ദി വീഡിയോ വന്നിട്ടുണ്ട്. ശ്രീലേഖ മിത്രയുടെ ന്യൂസ് എല്ലാ നാഷണൽ ന്യൂസ് പേപ്പറുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റിയെ പറ്റി രാജ്യത്ത് മുഴുവനുള്ള മിക്കവാറും എല്ലാ മീഡിയയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ തമിഴിലും ബംഗാളിലും ബോളിവുഡിലും ഒക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ചെയ്ത രീതിയിൽ ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത് അവിടുത്തെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് ഡിമാൻഡ് വന്നിട്ടുണ്ട്. പലരും ഈ തനുശ്രീ ദത്തയെ പോലുള്ളവര് നാനാ പടേക്കർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ വികാസ് ബെഹ്ല, സാജിദ്, അലോക് നാഥ് മുതലായ ആളുകൾക്ക് ഫിലിം ഫീൽഡിലുള്ളവർക്കെതിരെയൊക്കെ നേരത്തെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതൊന്നും ഒരു അന്വേഷണവും ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ അതൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പൊ ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോഴും അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഒരു MLA അദ്ദേഹം രാജിവെക്കുന്നില്ല ആരോപണങ്ങൾ വന്നിട്ട്. നമ്മൾ കുറ്റക്കാരാണോ അല്ലയോ എന്നൊന്നും ആരെപ്പറ്റിയും പറയുന്നില്ല. കാരണം അത് നമ്മൾ കോടതിയിൽ ഒരു ട്രയൽ നടന്നു കഴിഞ്ഞ. പക്ഷെ അതിന് മുമ്പ് അന്വേഷണം നടക്കുമ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ മാറി നിൽക്കുക എന്നുള്ള ഒരു മിനിമം മര്യാദയാണ്. സാംസ്കാരിക മന്ത്രി ഉൾപ്പെടെയുള്ളവര്, MLA ആയിട്ടിരിക്കുന്നവരൊക്കെ ആരോപണ വിധേയരായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറ്റക്കാരെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കുറ്റാരോപിതരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവർ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ ഈ അന്വേഷണം എത്രമാത്രം നിഷ്പക്ഷമായിരിക്കും എന്നൊരു സംശയം ജനങ്ങളുടെ ഇടയിലുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് രണ്ടാം ഘട്ടത്തിൽ അക്കാര്യങ്ങളിലേക്ക് കടക്കാം. എന്തായാലും രാജ്യത്തിന് ആ നിലയിൽ ഒരു മാതൃക സൃഷ്ടിക്കാൻ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. ശ്രീമതി ജോ